ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ ഇന്ന് സഹാറ ഡെസേർട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഡെസേർട്ട് സൺസെറ്റ് കാണാനായിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 1 hour ജേണി ഉണ്ട് നമുക്ക് ആ ഒരു സ്പോട്ടിലേക്ക്. ഇന്ന് അവിടെ ഡെസേർട്ട് സ്റ്റേ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ബാഗെല്ലാം പാക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഡെസേർട്ട് സൺസെറ്റും വാച്ച് ചെയ്ത് അവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസിലും പങ്കെടുത്തിട്ടാണ് ഞങ്ങൾ ഡെസേർട്ട് ക്യാമ്പിലേക്ക് പോകുകയുള്ളൂ. നമ്മൾ ഫസ്റ്റ് ക്യാമൽ റൈഡ് എക്സ്പീരിയൻസ് ചെയ്തത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് അഗാഫെ ഡെസേർട്ടിലായിരുന്നു. അതൊരു ട്രയൽ മാത്രമാണ്. അതൊരു 15 minutesോളം ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഈ ഒരു സൺസെറ്റ് സ്പോട്ടിലേക്ക് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 1 hour ജേണി ഉണ്ട് ക്യാമൽ റൈഡ് ആയിട്ട്. സഹാറ ഡെസേർട്ടിലൂടെയുള്ള ഈ ക്യാമൽ റൈഡ് ഒരു അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ള ജർമ്മനിയിൽ നിന്നുള്ള കപ്പിൾസ് ക്യാമൽ റൈഡ് പേടിയായതുകൊണ്ട് അവരുടെ ഒപ്പം തന്നെ നടന്നു വരാനായിട്ട് തീരുമാനിച്ചു. അവര് നടന്നു വരുന്ന ഒരു വിഷ്വലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങളും കുറച്ചു നേരം ക്യാമൽ റൈഡ് ചെയ്തപ്പോൾ നടന്നു പോയാലോ എന്ന് തിങ്ക് ചെയ്തിരുന്നു. ബട്ട് ഈ മണലിലൂടെ നമുക്ക് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ ഇത് തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. Very good. Yeah, all good. You want something picture? Yeah. നമ്മുടെ ക്യാമൽസിനെ കൺട്രോൾ ചെയ്തിരുന്ന ആള് നമ്മളോട് ഫോട്ടോസ് വേണോ എന്ന് ചോദിച്ചു. സോ ഞങ്ങൾ യെസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കുറെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റൈഡ് കണ്ടിന്യൂ ചെയ്തു. ഞങ്ങളങ്ങനെ സൺസെറ്റ് സ്പോട്ടിലെത്തി ഓരോരുത്തരായിട്ട് പതിയെ പതിയെ ക്യാമലിൽ നിന്ന് ഇറങ്ങി. സൺസെറ്റ് വ്യൂയിങ് മാത്രമല്ല, നമുക്കിവിടെ സാൻഡ് സ്കേറ്റിങ്ങും അതുപോലെ തന്നെ ഡെസേർട്ട് സഫാരി ഉണ്ടായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തത് സാൻഡ് സ്കേറ്റിംഗ് ആണ്. ആ കാണുന്ന ഒരു സാൻഡ് ഡ്യൂൺ ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ കയറിയിട്ട് വേണം നമുക്ക് സാൻഡ് സ്കേറ്റിംഗ് നടത്താൻ. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്കിതിന് ബ്രേക്കും ഇല്ല, ഒന്നുമില്ല. നേരെ ഡ്യൂണിന്റെ മേളിൽ നിന്ന് താഴേക്ക് ഒരൊറ്റ പോക്കായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ബഗ്ഗിയിലും ലാൻഡ് ക്രൂസറിലുള്ള ഡെസേർട്ട് സഫാരി ആയിരുന്നു. ശരിക്കും സൺസെറ്റിന്റെ ടൈമിലുള്ള ഡെസേർട്ടിന്റെ വ്യൂ അടിപൊളിയാണ്. മണലിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ഗോൾഡ് കളറായിട്ട് നമുക്ക് ഫീൽ ആവുള്ളൂ. അപ്പോഴേക്കും നമുക്ക് സൺസെറ്റിൻ്റെ ടൈമായിരുന്നു. സോ ഞങ്ങൾ സൺസെറ്റ് വാച്ച് ചെയ്തിട്ട് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് ഇന്നത്തെ സ്റ്റേയിലേക്ക് ജേണി സ്റ്റാർട്ട് ചെയ്തു. ലൈറ്റ് പതിയെ പതിയെ പോയി തുടങ്ങി. ഞങ്ങളങ്ങനെ ലാസ്റ്റ് ഞങ്ങളുടെ ടെൻറ്റ് സ്റ്റേയുടെ സ്ഥലത്തെത്താറായി. ആ കാണുന്നതാണ് നമ്മുടെ ടെൻറ്റ് സ്റ്റേ.
ടെൻറ്റിലേക്ക് അടുക്കും തോറും നമുക്കൊരു പ്രത്യേകതരം സ്മെല്ല് കിട്ടുന്നുണ്ടായിരുന്നു. അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾക്കൊരു വെൽക്കമിങ് ഫീലാണ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ ക്യാമ്പിൽ എൻ്റർ ചെയ്തു. ഇവിടെ എൻ്റർ ചെയ്തപ്പോഴല്ലേ അറിയുന്നത് ദേ ഇരിക്കുന്നു നമ്മുടെ മിനിറ്റ്. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ മിനിറ്റ് കുടിച്ചു. പിന്നീട് എല്ലാവർക്കും അലോട്ട് ചെയ്തിട്ടുള്ള അവരവരുടെ ടെൻറ്റിൽ പോയി എല്ലാവരും ഫ്രഷായി. അത് കഴിഞ്ഞ് എല്ലാവരും വന്ന് ഇവിടുത്തെ ഡൈനിങ് ഹാളിൽ ഗ്യാദർ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഹാൾ. ഇന്നത്തെ ഇവിടുത്തെ ക്യാമ്പ് സ്റ്റേ ഫുഡായിട്ട് നമുക്ക് റൈസും അതുപോലെ ടാൻജിൻ ചിക്കനും ബ്രെഡും അതുപോലെ തന്നെ അവരുടെ വെജിറ്റബിൾ ഡിഷുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ക്യാമ്പിലെ ആളുകൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവരുടെ ഇൻസ്ട്രുമെൻറ്റ്സ് അവിടെ കണ്ടത്. സോ ഞാനതൊന്ന് ട്രൈ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഗ്യാദറായി. സോ ഞങ്ങളുടെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തു. അവര് മൊറോക്കൻ സോങ്സ് ആണ് പ്ലേ ചെയ്തത്. അത് പതിയെ ബോറിംഗിലേക്ക് പോകുമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ മലയാളീസ് അല്ലേ, നമ്മൾ അവരുടെ പാട്ടിനെ നമ്മുടെ വൈബിലേക്ക് മാറ്റി. ഞങ്ങളങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും ജോയിൻ ചെയ്തു. നമ്മളൊന്ന് ഓണായത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും നമ്മളോട് നമ്മുടെ രീതിയിലുള്ള പ്രോഗ്രാം ഒന്ന് ചെയ്യാൻ പറഞ്ഞു. സോ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഞങ്ങളുടെ കൈ കിട്ടിയപ്പോൾ നമ്മൾ കുറച്ച് മലയാളം സോങ്സ്, അതായത് ഫോക്ക് സോങ്സും നോർമലായിട്ടുള്ള സിനിമാറ്റിക് സോങ്സും എല്ലാം നമ്മളവിടെ പാടി അടിച്ചു പൊളിച്ചു. നമുക്ക് ചാൻസ് കിട്ടിയപ്പോൾ അവരോടും നമ്മൾ പറഞ്ഞു നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഓരോന്ന് പെർഫോം ചെയ്യാം. അതിന്റെ ലിറിക്സ് Bella ciao, bella ciao, bella ciao, ciao, ciao. Bella ciao, bella ciao, bella ciao, ciao, ciao. എന്നെ ക്യാമ്പ് ഫയർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നപ്പോൾ കൺട്രി ഒന്നും നോക്കാതെ എല്ലാവരും ഒരേ വൈബിൽ അടിച്ചു പൊളിച്ചു.
അങ്ങനെ പാട്ടൊക്കെ പാടി ഓണായി കഴിഞ്ഞപ്പോൾ ഒരു പാരീസ് കപ്പിൾസ് ഞങ്ങളോട് വന്നിട്ട് തും ഹി ഹോ പാടാമോ എന്ന് ചോദിച്ചു. സോ ഞങ്ങൾ എല്ലാവരും കൂടെ തും ഹി ഹോ അവർക്ക് പാടിക്കൊടുത്തു. ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഞങ്ങൾ ആ വൈബിലായിപ്പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.